ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മിഡ്സ്ലിറ്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്രഹാം ഗ്രീൻ്റെ ഷോർട്ട് സ്റ്റോറി എ ഷോക്കിംഗ് ആക്സിഡൻറ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. നമ്മളതിൻ്റെ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഇന്ന് നമ്മളതിൻ്റെ സെക്കൻഡ് പാർട്ട് കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ്. This was not carelessness on the part of Jerome as it was interpreted by Mr. Wordsworth to his colleagues. He even discussed with them whether perhaps Jerome was yet fitted to be warden. It was not the carelessness of Jerome that he asked such a question. എന്താ പറയുന്നത്, ജെറോമിന് തൊലിക്കട്ടി കൂടിയത് കൊണ്ടല്ല അത്തരമൊരു ചോദ്യം അവൻ ചോദിച്ചത്. എന്താണ് അവൻ ചോദിച്ചത്? വാട്ട് ഹാപ്പൻ ടു ദി പിഗ്? പന്നിക്കെന്ത് സംഭവിച്ചു? അച്ഛൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, പന്നിക്ക് എന്ത് പറ്റിയേ എന്ന് അദ്ദേഹം ചോദിച്ചത് ജെറോമിന് അത്ര തൊലിക്കട്ടി കൂടിയത് കൊണ്ടൊന്നും അല്ല. ജെറോം വാസ് ഓൺലി അറ്റംപ്റ്റിംഗ് ടു വിഷ്വലൈസ് ദി സ്ട്രേഞ്ച് സീൻ ടു ഗെറ്റ് ദി ഡീറ്റെയിൽസ് ലൈറ്റ്. കാര്യങ്ങൾ, ഈ അപകടം എങ്ങനെ നടന്നു എന്നറിയാനുള്ള അവൻ്റെ ഒരു ജിജ്ഞാസയാണ് അങ്ങനെയുള്ള ഒരു ചോദ്യത്തിന്, എന്താണ് പന്നിക്ക് സംഭവിച്ചത് എന്നുള്ള ഒരു ചോദ്യത്തിന് അവനെ പ്രേരിപ്പിച്ചത്. Nor was Jerome a boy who cried. He was a boy who brooded, and it never occurred to him at his preparatory school that the circumstances of his father's death were comic. They were still part of the mysteries of life. ജെറോം എന്ന് പറയുന്ന കുട്ടി ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കരയുന്ന ഒരു കുട്ടിയായിരുന്നില്ല. പക്ഷേ അവൻ്റെ ആ പ്രായത്തിൽ അവൻ്റെ പിതാവ് മരിച്ച രീതി അത്ര വലിയ തമാശയുള്ളതാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവൊന്നും അവന് ഇല്ലായിരുന്നു. അങ്ങനെ വേണം നമ്മളതിനെ കാണാൻ. സംഭവം എല്ലാത്തിനും തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഇങ്ങനെ കരയുന്നൊരു കുട്ടിയായിരുന്നില്ല. പക്ഷേ എന്താണ്, അവൻ്റെ അച്ഛൻ മരിച്ച ഈ രീതി പക്ഷേ അത്യാവശ്യം കോമഡിക്ക് വകുപ്പുള്ളൊരു സംഭവമാണെന്ന് അവന് അറിയില്ലായിരുന്നു. It was later in his first term at his first public school, when he told the story to his best friend, that he began to realize how it affected others. അപ്പോഴാണ് അവൻ മനസ്സിലാക്കുന്നത്. സ്കൂളിലെത്തി, ഫസ്റ്റ് പബ്ലിക് സ്കൂളിലെത്തിയിട്ട് മറ്റൊരു ഫ്രണ്ടിനോട്, അവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് അവൻ ഈ കഥകളൊക്കെ പറഞ്ഞപ്പോഴാണ് അവന് ബാക്കിയുള്ളവർ ഈ ഒരു സംഭവത്തിനെ എങ്ങനെയൊക്കെയാണ് കാണുന്നത് എന്നുള്ളത് അവന് മനസ്സിലായത്. ഇതിൽ തമാശയായിട്ടാണ് ബാക്കിയുള്ളവരൊക്കെ തൻ്റെ പിതാവിൻ്റെ മരണത്തിനെ കാണുന്നതെന്ന് ജെറോമിന് മനസ്സിലായി. Naturally, after that disclosure, he was known rather unreasonably as Pig. അപ്പോൾ അവൻ്റെ കൂട്ടുകാർ, അതിനുശേഷം അവൻ്റെ കൂട്ടുകാർ അവനെ കളിയാക്കി അവനൊരു പേരിട്ട്. നമുക്കൊക്കെ പലർക്കും ഉണ്ടാവും ഒരു ഇരട്ടപ്പേര്. അങ്ങനെ അവൻ്റെ അച്ഛൻ്റെ മരണവിവരത്തെ കൂട്ടുകാരൊക്കെ അറിഞ്ഞ് അവർക്കൊക്കെ ഇതൊരു തമാശയായപ്പോൾ അവനൊരു ഇരട്ടപ്പേരിട്ടു. പിഗ് എന്നായിരുന്നു അവൻ്റെ ഇരട്ടപ്പേര്. പന്നി, പിഗ് എന്നായിരുന്നു. അതിൻ്റെ കാരണം എന്താണ്? അവൻ്റെ അച്ഛൻ്റെ ദേഹത്തേക്ക് ഒരു പന്നി വന്ന് വീണിട്ടാണ് അവൻ്റെ അച്ഛൻ മരിക്കുന്നത്. Unfortunately, his own had no sense of humor. There was an enlarged snapshot of his father on the piano, a large sad man in an unsuitable dark suit posed in a capri with an umbrella, the Faraglion rocks forming the background. ഇനി അടുത്ത ആൾ പറയുന്നത്, അൺഫോർച്ചുനേറ്റ്ലി ഹിസ് ഓൺ ഹാഡ് നോ സെൻസ് ഓഫ് ഹ്യൂമർ. അവൻ്റെ അമ്മായിയെ പറ്റിയാണ്. നിർഭാഗ്യവശാൽ അവൻ്റെ അമ്മായിക്ക് യാതൊരുവിധ സെൻസ് ഓഫ് ഹ്യൂമറും ഇല്ലായിരുന്നു. ദെർ വാസ് എൻ എൻലാർജ്ഡ് ഫോട്ടോ ഓഫ് ഹിസ് ഫാദർ ഓൺ ദ പിയാനോ. അവിടെ പിയാനോയുടെ പുറത്ത് ജെറോമിൻ്റെ പിതാവിൻ്റെ ഒരു വലിയ ഫോട്ടോ ഉണ്ടായിരുന്നു. He was a large, sad man in an unsuitable dark suit. അദ്ദേഹത്തിൻ്റെ ഒരു രൂപമാണ്,
ഒരു വലിയ മനുഷ്യനാണ്, ഒരു കോട്ടൊക്കെ ഇട്ട് ഒരു ഡാർക്ക് സ്യൂട്ട് ധരിച്ചുകൊണ്ട് ഒരു ദുഃഖിതനായ മനുഷ്യൻ, ഒരു വലിയ മനുഷ്യൻ നിൽക്കുന്നത് പോലെയാണ് അയാൾ കാണപ്പെട്ടത്. ആൻഡ് ഇറ്റ് വാസ് ടേക്കൻ ഇൻ കാപ്രി, an ഐലൻഡ് സൗത്ത് ഓഫ് നേപ്പിൾസ്. നേപ്പിൾസിന് തെക്ക് ഭാഗത്തുള്ള ഒരു കാപ്രി എന്ന് പറയുന്ന ദ്വീപിൽ വെച്ചിട്ടാണ് അവൻ്റെ പിതാവിൻ്റെ ആ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഫോട്ടോയുണ്ട്. അവൻ്റെ അമ്മായിയുടെ കാര്യം പറഞ്ഞു. ഹിസ് ഓൺ ഹാഡ് നോ സെൻസ് ഓഫ് ഹ്യൂമർ ആൻഡ് ഹി ഹാഡ് എൻ അംബ്രല്ല ടു ഗാർഡ് ഹിം അഗെയിൻസ്റ്റ് സൺസ്ട്രോക്ക്. ഒരു കുടയുണ്ട്, വെയിലൊന്നും കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട്, സൺസ്ട്രോക്കിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് ഒരു കുടയും ഉണ്ടായിരുന്നു അയാളുടെ കയ്യിൽ. By the age of 16, Jerome was well aware that the portrait looked more like the author of Sunshine and Shade and Ramblers in the Bellatrix than an agent of the Secret Service. അങ്ങനെ 16 വയസ്സായപ്പോഴേക്കും ജെറോമിന് മനസ്സിലായി തൻ്റെ പിതാവ് ഒരു എഴുത്തുകാരനാണ്, വെറും ഒരു എഴുത്തുകാരനാണ്, അല്ലാതെ അയാൾ വലിയ ഡോണോ ബ്രിട്ടീഷ് സീക്രട്ട് സർവീസിലെ ഏജൻ്റ് ഒന്നും അല്ല എന്നുള്ള കാര്യങ്ങൾ മെല്ലെ മെല്ലെ ജെറോമിന് മനസ്സിലാവാൻ തുടങ്ങി. ഓൾ ദ സെയിം ഹി ലവ്ഡ് ദ മെമ്മറി ഓഫ് ഹിസ് ഫാദർ. ഹി സ്റ്റിൽ പൊസസ്ഡ് an album fitted with picture postcards and it pained him when his aunt embarked with strangers on the story of his father's death. അങ്ങനെ സംഭവം ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവൻ്റെ അച്ഛനൊരു എഴുത്തുകാരനാണെന്ന് അവനൊരു 16 വയസ്സായപ്പോഴേക്ക് മെല്ലെ മെല്ലെ തിരിച്ചറിഞ്ഞു. എന്നിരുന്നാലും അവൻ്റെ പിതാവിൻ്റെ ഓർമ്മകൾ ജെറോം വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. അതുമാത്രമല്ല, അവൻ്റെ അമ്മായി അവൻ്റെ പിതാവിൻ്റെ മരണത്തിൻ്റെ കഥ മറ്റ് അപരിചിതരായ ആളുകളോടൊക്കെ പറയുമ്പോൾ അവന് വളരെയധികം വേദന അനുഭവപ്പെടുമായിരുന്നു. എ ഷോക്കിംഗ് ആക്സിഡൻറ്റ്, ഷീ വുഡ് begin and the stranger would compose his or her features into the correct shape for interest and commiseration. Both reactions, of course, were false, but it was terrible for Jerome to see how suddenly, midway in her rambling discourse, the interest would become genuine. അങ്ങനെ അമ്മായി വരുന്ന ആളുകളോടൊക്കെ, അപരിചിതരായ ആളുകളോടൊക്കെ ഈ കഥ, ജെറോമിൻ്റെ അച്ഛൻ മരിച്ച കഥ പറയാൻ തുടങ്ങും. അമ്മായി കഥ പറഞ്ഞ് തുടങ്ങുന്നത് തന്നെ അതൊരു ഷോക്കിംഗ് ആക്സിഡൻ്റ് ആയിരുന്നു, അതൊരു വലിയ അപകടമായിരുന്നു എന്നൊരു തുടക്കത്തോടെയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന അപരിചിതനായ മനുഷ്യൻ തൻ്റെ വേദനയൊന്ന് കാണിക്കാൻ വേണ്ടി, ഒരാൾ നമ്മളോട് ഒരാളുടെ മരണത്തിനെ പറ്റി, ഒരു അപകടത്തിനെ പറ്റി പറയുമ്പോൾ നമ്മളൊരു സങ്കടത്തോടെയൊക്കെ ഇരിക്കും. അങ്ങനെ തൻ്റെ വേദന, തൻ്റെ മനസ്സിൻ്റെ വേദന ഈ അമ്മായിയോട് കാണിക്കാൻ തയ്യാറാകുന്ന വിധത്തിൽ തന്നെ തന്നെ ഒരുക്കിയെടുക്കും കേൾക്കുന്ന ആൾ. അപ്പോൾ എന്ത് ചെയ്യും? അമ്മായി അപ്പോൾ പറയും, എന്താ പറയുക, I suppose one has to regard Italy as civilized. One is prepared for all kind of things abroad, of course, and my brother was a great traveler. He always carried a water filter with him. It was far less expensive, than buying all those bottles of mineral water. അപ്പോൾ അമ്മായി പറയും, ഇറ്റലി പോലെയുള്ള വളരെ പരിഷ്കാരമുള്ളൊരു രാജ്യത്ത് എങ്ങനെയാണ് ഇത്തരം സംഭവങ്ങളൊക്കെ നടക്കുന്നത്? എത്ര ചിന്തിച്ചിട്ടും അവർക്ക് മനസ്സിലാകുന്നില്ല ഇതൊന്നും. ഇറ്റലി പോലുള്ളൊരു പരിഷ്കാരമുള്ളൊരു വലിയ രാജ്യത്ത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ളൊരു അപകടം നടക്കുന്നതെന്ന് അമ്മായിക്ക് മനസ്സിലാകുന്നില്ല. അവർ പറയുകയാണ്, എപ്പോഴും ഹി ഓൾവേസ് ക്യാരിഡ് എ വാട്ടർ ഫിൽറ്റർ വിത്ത് ഹിം. തൻ്റെ സഹോദരൻ എപ്പോഴും ഒരു വാട്ടർ ഫിൽറ്റർ കൂടെ കൊണ്ട് നടക്കുമായിരുന്നു. അതെന്തിനാണ് കൊണ്ട് നടക്കുന്നത്? ഇറ്റ് വാസ് ഫാർ ലെസ് എക്സ്പെൻസീവ് ദാൻ ബൈയിങ് ഓൾ ദോസ് ബോട്ടിൽസ് ഓഫ് മിനറൽ വാട്ടർ. കാരണം മിനറൽ വാട്ടറിൻ്റെ കുപ്പികൾ ഇങ്ങനെ വാങ്ങിക്കുകയാണെങ്കിൽ ഒരുപാട് പൈസ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഒരു വാട്ടർ ഫിൽറ്റർ എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്ന ഒരാളായിരുന്നു തൻ്റെ സഹോദരൻ. കാരണം ഇത്രയൊക്കെ കരുതലുള്ളൊരു മനുഷ്യൻ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ വാങ്ങുന്നതിന്
ഒരു വാട്ടർ ഫിൽറ്റർ കൂടെ കൊണ്ടു നടക്കുന്ന ആൾക്ക് എങ്ങനെ ഈ ഒരു അപകടം പറ്റിയെന്ന് അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. മൈ ബ്രദർ ഓൾവേസ് സെഡ് ദാറ്റ് ഹിസ് ഫിൽറ്റർ പെയ്ഡ് ഫോർ ഹിസ് ഡിന്നർ വൈൻ. എൻ്റെ സഹോദരൻ എപ്പോഴും പറയായിരുന്നു, ഞാൻ ഈ വെള്ളത്തിൻ്റെ പൈസ സേവ് ചെയ്യുന്നത് കൊണ്ട്, ഈ വാട്ടർ ഫിൽറ്റർ കൊണ്ടു നടന്ന് വെള്ളത്തിൻ്റെ പൈസ സേവ് ചെയ്യുന്നത് കൊണ്ട് രാത്രി എനിക്ക് ഡിന്നറിന് ഒരു വൈൻ അടിക്കാനുള്ള പൈസ എനിക്ക് കിട്ടുമായിരുന്നു. യു ക്യാൻ സീ ഫ്രം ദാറ്റ് വാട്ട് എ കെയർഫുൾ മാൻ ഹി വാസ്. നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എത്രത്തോളം ശ്രദ്ധയുണ്ടായിരുന്നു, ജീവിതത്തിൽ എത്രത്തോളം കരുതലുണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ബട്ട് ഹൂ കുഡ് പോസിബിളി ഹാവ് എക്സ്പെക്റ്റഡ് when he was walking along the Via Dottor Manuel Panucci on his way to the Hydrographic Museum that a pig would fall on him. That was the moment when the interest became genuine. അങ്ങനെ ഒരു ദിവസം മ്യൂസിയത്തിലേക്ക് പോകുമ്പോഴാണ് പന്നി എന്ത് ചെയ്തത്, അവരുടെ സഹോദരൻ്റെ ദേഹത്തേക്ക് വന്ന് വീണത്. അങ്ങനെ ഈ കഥയാണ് കേൾക്കുമ്പോൾ ഇത്രയും നേരം പാവമായിട്ട് സങ്കടത്തോടു കൂടി കേട്ടിരുന്ന ആൾക്ക് പെട്ടെന്ന് ചിരി വരും. അതാണ് ഓരോ തവണയും അമ്മായി കഥ പറയുമ്പോൾ സംഭവിക്കുന്നത്. Jerome's father had not been a very distinguished writer, but the time always seems to come after an author's death when somebody thinks it worth his while to write a letter to the Times Literary Supplement announcing the preparation of a biography and asking to see any letters or documents or receive anecdotes from friends of the dead man. അങ്ങനെ ജെറോമിൻ്റെ പിതാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ജെറോംസ് ഫാദർ വാസ് നോട്ട് എ ഗ്രേറ്റ് റൈറ്റർ. ജെറോമിൻ്റെ പിതാവ് ഒരു വലിയ എഴുത്തുകാരനൊന്നും അല്ലായിരുന്നു. വെൻ എ റൈറ്റർ ഡൈസ് സംബഡി തിങ്സ് ഇറ്റ് ഈസ് എ ഗുഡ് ടു റൈറ്റ് ഹിസ് ബയോഗ്രഫി ആൻഡ് then he writes a letter to the Times Literary Supplement asking people to give any letters or documents or anecdotes about the dead man. ഒരു എഴുത്തുകാരൻ്റെ കേസിൽ അദ്ദേഹം മരിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ ആഗ്രഹിക്കും അയാളുടെ ഒരു ജീവചരിത്രം എഴുതണമെന്ന് എല്ലാവരും ആഗ്രഹിക്കും. ഒരു എഴുത്തുകാരനൊക്കെ മരിച്ചു കഴിഞ്ഞാൽ പലർക്കും ആഗ്രഹം ഉണ്ടാവും, അദ്ദേഹത്തിൻ്റെ ഒരു ജീവചരിത്രം എഴുതി കളയാം എന്ന് ആഗ്രഹം തോന്നി. അപ്പോൾ അയാൾ എന്ത് ചെയ്യും, ടൈംസ് ലിറ്റററി സപ്ലിമെൻറ്റിലേക്ക് ഒരു എഴുത്ത് എഴുതും. മരിച്ചുപോയ ആളുടെ എഴുത്തുകളോ മറ്റു രേഖകളോ അയാളെക്കുറിച്ചുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാനായിട്ടായിരിക്കും ആ ഒരു എഴുത്ത്. മോസ്റ്റ് ഓഫ് ദ ബയോഗ്രഫീസ് ഓഫ് കോഴ്സ് നെവർ അപ്പിയർ. വൺ വണ്ടേഴ്സ് വെദർ ദ ഹോൾ തിങ് may not be an obscure form of blackmail and whether any potential writer of a biography or thesis finds the means in this way to finish his education at Kansas or Nottingham. സാധാരണ ഇങ്ങനെ കൊടുക്കുന്ന കത്തുകളൊക്കെ എന്ത് ചെയ്യും, പലപ്പോഴും പുറത്തു വരാറില്ല. ജീവചരിത്രങ്ങൾ ഇവരിങ്ങനെ കത്ത് കൊടുക്കും, ഇവർ ഡീറ്റെയിൽസൊക്കെ അയച്ചു കൊടുക്കും, എന്നാൽ ജീവചരിത്രമായിട്ട് ഇതൊന്നും പുറത്തിറങ്ങാറില്ല. പല കേസുകളിലും പിന്നെ ഇത് ഈ അയച്ചു കൊടുത്ത ജീവചരിത്രം എഴുതാനാണെന്ന് പറഞ്ഞ് വാങ്ങിച്ച ഡോക്യുമെൻറ്റ്സും മറ്റു കാര്യങ്ങളും ഫോട്ടോസൊക്കെ വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തെന്നും വരും. Jerome, however, as a chartered accountant, lived far from the literary world. ജെറോമിനെ സംബന്ധിച്ചിടത്തോളം ജെറോം ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരുന്നു. സാഹിത്യലോകവുമായിട്ട് അയാൾക്ക് യാതൊരുവിധ ബന്ധവും തന്നെ ഉണ്ടായിരുന്നില്ല. He did not realize how small the menace really was, or that the danger period for someone of his father's obscurity had long passed. അപ്പോൾ തൻ്റെ പിതാവിൻ്റെ മരണത്തിലെ തമാശ അല്പം കുറച്ചുകൊണ്ട് എങ്ങനെ പറയാമെന്നാണ് അയാൾ ചിന്തിക്കുന്നത്. എല്ലാവരോടും എങ്ങനെ കാര്യങ്ങൾ പറയണം, പക്ഷേ എങ്ങനെ ഈ ഒരു തമാശ കുറച്ചിട്ട് ആളുകളോട് എങ്ങനെ പറയാം, ആളുകൾക്ക് പെട്ടെന്ന് ചിരി വരാത്ത രീതിയിൽ എങ്ങനെ പറയാം എന്നാണ് ജെറോം ചിന്തിക്കുന്നത്. സംടൈംസ് ഹി റിഹൈസ്ഡ് ദ മെത്തേഡ് ഓഫ് recounting his father's death so as to reduce the comic element to its smallest dimension. It would be no use to refuse information, for in that case the biographer would
undoubtedly visit his aunt, who was living to a great old age with no sign of flagging. കാരണം ഇങ്ങനെ ഒരാൾ കത്തയച്ചിട്ടുണ്ട്, ഒരാൾക്ക് ഇങ്ങനെ ഈ എഴുത്തുകാരൻ്റെ ബയോഗ്രഫി എഴുതാൻ ആഗ്രഹമുണ്ട്, അപ്പോൾ അയാൾ വരും. അപ്പോൾ ഈ വരുന്ന റിപ്പോർട്ടറോട് എങ്ങനെ തൻ്റെ അച്ഛൻ്റെ മരണകഥ അല്പം തമാശയ്ക്ക് കുറച്ച് അദ്ദേഹത്തിന് ചിരി വരാത്ത രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുമെന്ന് ജെറോം ചിന്തിക്കുകയാണ്. അതിനുവേണ്ടി അവൻ നിരന്തരം റിഹേഴ്സൽ നടത്തിയിട്ടും ഉണ്ടായിരുന്നു. കാരണം അയാൾ വിവരങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ വേറൊരു പ്രശ്നമുണ്ട്. അയാൾക്ക് വേണമെങ്കിൽ ഒന്നും ഞാൻ പറഞ്ഞു തരില്ല എന്നൊക്കെ പറഞ്ഞ് പിന്മാറാം. പക്ഷേ അദ്ദേഹം വിവരങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ വിവരങ്ങൾ കൊടുക്കാൻ പറ്റിയ വേറൊരാളുണ്ട്, ആൻറ്റി. അദ്ദേഹത്തിൻ്റെ അമ്മായി വിവരം കൊടുക്കും. പക്ഷേ അമ്മായി സമീപിച്ച് കഴിഞ്ഞാൽ അമ്മായി പറയുന്ന രീതി തികച്ചും ഫണ്ണി ആയിരിക്കും. അമ്മായിക്ക് യാതൊരുവിധ സെൻസ് ഓഫ് ഹ്യൂമറും ഇല്ല. അമ്മായി പറയുമ്പോൾ ബാക്കിയുള്ളവർ അതൊരു തമാശയായിട്ടായിരിക്കും എടുക്കുക. അതുകൊണ്ട് ജെറോം റിസ്ക് എടുക്കാൻ തയ്യാറല്ല. ജെറോം തന്നെ പറഞ്ഞിട്ട് എങ്ങനെ തമാശ കുറച്ച് പറയാം എന്നുള്ളതാണ് ജെറോം ചിന്തിക്കുന്നത്. ഇറ്റ് സീം ടു ജെറോം that there were two possible methods. It seemed to Jerome that there were two possible methods. The first led gently up to the accident, so that by the time it was described, the listener was so well prepared that the death came really as an anticlimax. The chief danger of laughter in such a story was always surprise. When he realized his method, Jerome began boringly enough. ഇനി അദ്ദേഹം ചിന്തിക്കുകയാണ്, ഇറ്റ് സീംഡ് ടു ജെറോം ദെർ വെർ ടു വേയ്സ് ടു നരേറ്റ് ദി ഇൻസിഡൻറ്റ്. ഈ സംഭവം രണ്ട് വിധത്തിൽ പറയാമെന്ന് ജെറോമിന് തോന്നി. വൺ വേ വാസ് ടു മേക്ക് ദി തിങ്സ് ലീഡിങ് ടു ദ ആക്സിഡൻറ്റ് സോ ഡീറ്റെയിൽഡ് ആൻഡ് ബോറിംഗ് ദാറ്റ് ദ ഡെത്ത് വുഡ് ബി ആൻ ആൻറ്റി ക്ലൈമാക്സ്. ഒന്നാമത്തെ രീതി, രണ്ട് രീതികളാണ് ജെറോമിൻ്റെ അടുത്തുള്ള. ഒന്നാമത്തെ രീതി വെച്ചിട്ട് ഈ സംഭവം നടക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ വളരെ നീട്ടി വലിച്ച് പറയുക. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, മരണം ഒരു ആൻറ്റി ക്ലൈമാക്സ് പോലെയാകും. അതുമായി ബന്ധമില്ലാത്ത കാര്യമാണ്, പെട്ടെന്ന് മരണം ഒരു ആൻറ്റി ക്ലൈമാക്സ് ആയിട്ട് സംഭവിക്കുന്ന പോലെയാകും. ദ സെക്കൻഡ് വേ വാസ് മേക്ക് ഇറ്റ് ആസ് ഷോർട്ട് ആസ് പോസിബിൾ. പെട്ടെന്ന് പറഞ്ഞു കേൾക്കുക, ഒന്ന് വലിച്ചു നീട്ടിയിട്ട് മരിച്ച കാര്യം പറയുക, അല്ലെങ്കിൽ ചെറുതായിട്ട് പറയുക. ഹി വുഡ് സേ മൈ ഫാദർ വാസ് കിൽഡ് ബൈ എ പിഗ്. ദ ലിസണർ മേ ആസ്ക് വെയർ. ദ ആൻസർ വാസ് ഇൻ ഇറ്റലി. ദെൻ ദ ലിസണർ might then ask whether his father played polo with pigs. അപ്പോൾ അതൊരു കോമഡിക്ക് വകുപ്പുണ്ടായി തോന്നി. ഇവൻ രണ്ടാമത്തെ രീതി ഇതാണ്, പെട്ടെന്ന് കാര്യങ്ങൾ പറയാം. അച്ഛൻ മരിച്ചു, എങ്ങനെയാണ് മരിച്ചത്? ഒരു പിഗാണ് അച്ഛനെ കൊന്നത്. എവിടെ വെച്ചിട്ട്? ഇറ്റലിയിൽ വെച്ചിട്ട്. അപ്പോൾ ഈ ചോദിക്കുന്ന ആൾ, ശ്രോതാവ് എന്തായാലും ചോദിക്കും, ഇറ്റലിയിൽ പോളോ കളിക്കുന്നത് പന്നികളെ വെച്ചിട്ടാണോ എന്നുള്ള ഒരു ചോദ്യം വരുമെന്ന് ജെറോമിന് അറിയാമായിരുന്നു. നേപ്പിൾസ് ആൻഡ് ദോസ് ഹൈ ടെനമെൻറ്റ്സ് ബിൽഡിങ്സ്. ഇങ്ങനെയാണ് അദ്ദേഹം കഥ പറയാൻ നിൽക്കുന്നത്. നേപ്പിൾസ് ആൻഡ് ദോസ് ഹൈ ടെനമെൻറ്റ്സ് ബിൽഡിംഗ്. നിങ്ങൾക്ക് നേപ്പിൾസിനെ കുറിച്ച് അറിയോ? നേപ്പിൾസിനെ കുറിച്ച് നിങ്ങൾക്കറിയോ? അവിടെ വലിയ ബിൽഡിങ്ങുകളുണ്ട്. അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് കഥ പറയാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യാണ്. ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ആകെ പെട്ടെന്ന് ബോറടിക്കുമല്ലോ. നേപ്പിൾസ് ആൻഡ് ദോസ് ഹൈ ടെനമെൻറ്റ്സ് ബിൽഡിങ്സ്. Somebody once told me that the Neapolitan always feel at home in New York, just as the man from Turin feels at home London, because the river runs much the same way in both cities. എന്നിട്ട് ഇവങ്ങനെ പറയുകയാണ്, നേപ്പിൾസിൽ വലിയ കെട്ടിടങ്ങളില്ലേ, അതേപോലെ ന്യൂയോർക്കിലെയും ലണ്ടനിലെ ആൾക്കാരുടെ ജീവിതത്തിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുകയാണ്. എങ്ങനെ വലിച്ചു നീട്ടാൻ പറ്റുമോ, ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വലിച്ചു നീട്ടാൻ പറ്റുമോ, അതിനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വേർ വാസ് ഐ? ഓ യെസ്, നേപ്പിൾസ് ഓഫ് കോഴ്സ്. ഞാൻ നേപ്പിൾസിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. കാര്യങ്ങളൊക്കെ അങ്ങനെ മാറിപ്പോയി. യു വുഡ് ബി സർപ്രൈസ്ഡ് ഇൻ ദ പൂറർ ക്വാർട്ടേഴ്സ് വാട്ട് തിങ്സ് ദേ കീപ് ഓൺ ബാൽക്കണീസ് ഓഫ് ദോസ് സ്കൈ സ്ക്രാപ്പിംഗ് ടെനമെൻറ്റ്സ്. നോട്ട് വാഷിംഗ്, ഓർ ബെഡിങ്.
ബട്ട് തിങ്സ് ലൈക്ക് ലൈഫ് സ്റ്റോക്ക്, ചിക്കൻ ഓർ ഈവൻ പിഗ്സ്. നിങ്ങൾക്കറിയാമോ നേപ്പിൾസിലെ ജനങ്ങൾ അവരുടെ ബാൽക്കണിയിൽ എന്തൊക്കെയാണ് സൂക്ഷിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? നോട്ട് വാഷിംഗ്, ഡ്രസ്സൊന്നല്ല, അവർ ബെഡും മറ്റ് സാധനങ്ങളും ഒന്നുമല്ല, വിരിപ്പും പുതപ്പും തലയണി അങ്ങനത്തെ സാധനങ്ങളൊന്നല്ല അവർ സൂക്ഷിക്കുന്നത്. ബട്ട് തിങ്സ് ലൈക്ക് ലൈഫ് സ്റ്റോക്ക്, കന്നുകാലികളൊക്കെയാണ് അവർ സൂക്ഷിക്കുന്നത്. ചിക്കൻ, കോഴികൾ, ഓർ ഈവൻ പിഗ്സ്, പന്നികളെ വരെ അവർ സൂക്ഷിക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് ദ പിഗ്സ് ഗെറ്റ് നോ എക്സസൈസ് വാട്ട് എവർ ആൻഡ് ഫാറ്റൻ ഓൾ ദി ക്യുക്കർ. മാത്രമല്ല ഈ ബാൽക്കണിയിലിട്ട് വളർത്തുന്ന പന്നികൾക്ക് യാതൊരുവിധ എക്സസൈസും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർ തടിച്ച് കൊഴുത്ത് വളർന്നിരിക്കുകയാണ്. He could imagine how his hearer's eyes would have glazed by this time. I have no idea, have you, how heavy a pig can be, but these old buildings are all badly in need of repair. മാത്രമല്ല പന്നികളൊക്കെ വലിയതായിട്ട് തടിച്ച് കൊഴുത്ത് വന്നിട്ടുണ്ട്. മാത്രമല്ല ബിൽഡിംഗ് ആണെങ്കിൽ പൊളിഞ്ഞു വീഴാനായിട്ടുമുണ്ട്. A balcony on the 5th floor gave way under one of those pigs. അങ്ങനെ 5ാം നിലയിലെ ബാൽക്കണിയിൽ നിന്ന് ഒരു പന്നി അങ്ങോട്ട് വന്ന് വീണു. It struck the 3rd floor balcony on its way down and sort of ricocheted into the street. മാത്രമല്ല ഒരു പന്നി 5ാം നിലയിൽ നിന്ന് അങ്ങോട്ട് വീണിട്ട് 3ാം നിലയിൽ കുറച്ചു നേരം തടഞ്ഞു നിന്നു. പിന്നെയും താഴോട്ട് വന്നിട്ട് തെരുവിലോട്ട് അങ്ങോട്ട് അടിച്ച് വീണു. എന്നിട്ട് പറയാണ്, മൈ ഫാദർ വാസ് ഓൺ ദ വേ ടു ദ ഹൈഡ്രോഗ്രാഫിക് മ്യൂസിയം വെൻ ദ പിഗ് ഹിറ്റ് ഹിം. എൻ്റെ പിതാവ് അപ്പോൾ ഹൈഡ്രോഗ്രാഫിക് മ്യൂസിയത്തിലോട്ട് പോവുകയായിരുന്നു. ആ സമയത്ത് എന്ത് ചെയ്തു, പന്നി വന്നിട്ട് അദ്ദേഹത്തിനെ ഇടിച്ചു. കമ്മിങ് ഫ്രം ദാറ്റ് ഹൈറ്റ് ആൻഡ് ദാറ്റ് ആംഗിൾ ഇറ്റ് ബ്രോക്ക് ഹിസ് നെക്ക്. എത്ര ഉയരത്തുനിന്നാണ് വരുന്നത്, വന്ന ഉയരവും വന്ന ആംഗിളും വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഴുത്തിലോട്ട് വന്ന് വീണ് അദ്ദേഹത്തിൻ്റെ കഴുത്തൊടിഞ്ഞു. ദിസ് വാസ് റിയലി എ മാസ്റ്റർലി അറ്റംപ്റ്റ് ടു മേക്ക് ആൻ ഇൻട്രിൻസിക്കലി ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ബോറിങ്. അങ്ങനെ ഇദ്ദേഹം കഥ പറയുകയാണ്. ഇങ്ങനെ ഒരു തമാശയ്ക്ക് ഒരുപാട് വകുപ്പുള്ള ഒരു കഥ അദ്ദേഹം പറയുന്നത് വളരെ നീട്ടി വലിച്ച് വെറുപ്പിച്ച് പരമാവധി എങ്ങനെ വെറുപ്പിക്കാൻ പറ്റുമോ അങ്ങനെ നീട്ടി വലിച്ച് പറയാൻ നോക്കുകയാണ്. അതാണ് അയാൾ പ്ലാൻ ചെയ്യുന്ന ഒന്നാമത്തെ രീതി. ഇനി രണ്ടാമത്തെ രീതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചുരുക്കി പറയാം. ദ അതർ മെത്തേഡ്, ജെറോം റിഹൈസ്ഡ് ഹാർഡ് ദ വിർച്യു ഓഫ് ബ്രെവിറ്റി. വളരെ ചുരുക്കി എങ്ങനെ പറയാമെന്നുള്ളതാണ്. മൈ ഫാദർ വാസ് കിൽഡ് ബൈ എ പിഗ്. എൻ്റെ അച്ഛനെ ഒരു പന്നി കൊലപ്പെടുത്തി. റിയലി, ശരിക്കും? ഇൻ ഇന്ത്യയിൽ വെച്ചാണോ? നോ, ഇൻ ഇറ്റലിയിൽ വെച്ചാണ്. ഹൗ ഇൻട്രസ്റ്റിംഗ്. ഐ നെവർ റിയലൈസ്ഡ് ദർ വാസ് പിഗ് സ്റ്റിക്കിംഗ് ഇൻ ഇറ്റലി. വാസ് യുവർ ഫാദർ കീൻ ഓൺ പോളോ? എന്നിട്ട് കളിയാക്കി ചോദിക്കുകയാണ്, അത് ശരി, ഇറ്റലിയിലൊക്കെ ആളുകൾ പോളോ കളിക്കുന്നത്, പോളോ കുതിരപ്പുറത്ത് പന്ത് തട്ടിയ കുതിരപ്പുറത്ത് കയറി കളിക്കുന്ന ഹോക്കി പോലത്തെ കളിയാണ് പോളോ. അപ്പോൾ പിന്നെ ഇറ്റലിയിലൊക്കെ പന്നിയെ വെച്ചിട്ടാണോ പോളോ കളിക്കുന്നതെന്ന് തന്നോട് ചോദിക്കുന്ന റിപ്പോർട്ടർ ചോദിക്കും എന്ന് അയാൾ സ്വാഭാവികമായിട്ടും സംശയിച്ചു. In course of time, neither too early nor too late, rather as though in his capacity as chartered accountant, Jerome had studied the statistics and taken the average, he became engaged to be married. അപ്പോൾ എന്ത് ചെയ്തു? പറ്റ ചുരുക്കിയും പറയണ്ട, പറ്റ ദീർഘിപ്പിച്ചും പറയണ്ട, അതിൻ്റെ ഒരു മീഡിയത്തിൽ പറയാമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇത്ര മതി. നമുക്ക് എന്തായാലും ഇന്ന് ഒരൊറ്റ വീഡിയോയിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇനി ഒരു ക്ലാസ്സും കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാൻ സാധിക്കും. നമുക്ക് തൽക്കാലം ഇന്ന് ഇത്ര മതി. പോളോ, താങ്കൾ ഇറ്റലിയിലൊക്കെ പോളോ കളിക്കുന്നത് പന്നിയെ വെച്ചാണോ എന്ന് ചോദിക്കുന്ന ഈ ഒരു സംഭാഷണത്തോടു കൂടിയിട്ട് നമുക്ക് നിർത്താം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു.